ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഉണ്ട് നമ്മളിന്നൊരു ട്രിപ്പ് പോവാണ് ഗൈസ്. ലൈഫിൽ ആദ്യമായിട്ട് നമ്മൾ തമ്മിൽ എന്താ പറയുന്നത്, രാവിലെ ഗൈസ്, രാവിലെ വെളുപ്പാങ്കാലത്ത് എന്നിട്ട് പിച്ചും പെയ്യൊക്കെ പറയുക. പിച്ചും പെയ്യൊക്കെ പറയുക. ഇന്നൊരു സ്പെഷ്യൽ ഡേയും കൂടെയാ. ഇന്ന് ഞങ്ങളുടെ തേർഡ് വെഡിങ് മറന്നുപോയി. ഈ കാര്യം മറന്നുപോയി. ഞാൻ വെളുപ്പിനെ 12 മണിയായപ്പോ ഞാൻ പൊന്നായി വിളിച്ചെണീപ്പിച്ചിട്ട് പൊന്നാ നിനക്കിന്ന് വല്ല അറിയാം. അപ്പൊ ഇവിടെ എന്നോട് എന്താ ചോദിക്കുക, എന്ത് പറ്റി? ഞാൻ പറഞ്ഞു നമ്മുടെ വെഡിങ് ആനിവേഴ്സറി. നിങ്ങൾ ഇന്നലെ രാത്രി നാളെ എത്ര ഡേറ്റ് ചോദിച്ചപ്പോ ഞാൻ വിചാരിച്ചു എന്തോ സർപ്രൈസ് എവിടെ ഒരുങ്ങിയിരിക്കുന്നെന്ന്. ഞാൻ അറിഞ്ഞില്ല വീഡിയോ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി ഡേറ്റ് ചോദിച്ചത്. 12 മണിക്ക് ഞാൻ മെസ്സേജ് നോക്കിട്ട് എന്നോട് ചോദിക്കുക ഇന്നാണോ? കൊള്ളാലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എന്തൊരു മനുഷ്യനാണോ എന്തോ. എന്റെ അമ്പുവിനെ കണ്ട ഗൈസ്, ഇത്ര ലോങ് പോകുന്ന ഒരു സമയത്ത് അമ്പു ഉറങ്ങുമായിരുന്നു. ഉറങ്ങി തന്നെ അങ്ങ് കൊണ്ടുപോകാന്നാ വിചാരിച്ചത്. പക്ഷെ അമ്പു കറക്റ്റ് ഇറങ്ങാറായപ്പോഴത്തേക്ക് എണ്ണീറ്റു മമ്മ ഡ്രസ് ഇട്ടുകൊണ്ട് പിന്നെ അമ്പു ഉറങ്ങി. അപ്പൊ നമ്മൾ എറണാകുളം വരെ പോവാണ് ഗൈസ്. നമ്മൾ ആദ്യമായിട്ടോ നമ്മളിവിടെ ഒന്നിച്ചൊരു ട്രിപ്പ് പോകുന്നത്. അത് ഇത്രയും ലോങ് നമ്മള് തെന്മല മാത്രമേ പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പാണ് ഗൈസ്, ലോങ് ട്രിപ്പ്. അത് നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം എണ്ണൂറും കൊണ്ടാണ് ഗൈസ്, അല്ലേ? അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ അമ്പ് വന്നിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ട്രിപ്പാണ്. അമ്പ് വന്നിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. അതെ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതേപോലെ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണ്. ഇന്ന് അമ്പ് വന്നിട്ടുള്ള ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. അതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും ചെലവ് ചെയ്യുമെന്നാണോ? ചെലവ് ചെയ്യുന്നല്ല ഗൈസ്, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഗൈസ്, അല്ലേ? എല്ലാം കൊണ്ടും ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഡിസംബർ 18. അതെ. നമ്മൾ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഗൈസ് നമ്മൾ എറണാകുളം വരെ പോകുന്നത്. അപ്പോൾ പോകുന്ന കാര്യങ്ങളൊക്കെ നടക്കും, അല്ലയോ? എല്ലാം സക്സസ് ആയി വരാൻ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. ഓക്കെ, അപ്പൊ നമുക്കിനി ഇപ്പൊ നേരെ പോയിട്ട് വണ്ടിയിൽ എണ്ണ അടിക്കണം ഗൈസ്. എണ്ണ തീരെ പെട്രോൾ അടിക്കണം. ഭയങ്കര വിലയല്ലേ പൊന്നാളിയാ ഗൈസ്. അപ്പൊ നമ്മൾ നേരെ ഇപ്പൊ പെട്രോൾ പമ്പിൽ കയറി പെട്രോളും അടിച്ച്. ആദ്യം പറഞ്ഞ് 4 മണിയാകുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന്. അത് കഴിഞ്ഞ് പറഞ്ഞ് 5 മണിയാകുമ്പോ ഇറങ്ങുമെന്ന്. പിന്നെ പറഞ്ഞ് 6 മണിയാകുമ്പോ ഇറങ്ങുമെന്ന്. ഇപ്പൊ 10 മണിയായി. നമ്മള് ഇറങ്ങിയില്ലേ എന്തായാലും. എത്ര മണിയായി ഇപ്പൊ ഏകദേശം ഇപ്പൊ അതെ സമയം 6:46 വാച്ച് കേട്ടിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് ഒന്നുമില്ല, സൂചി പോലും. അപ്പൊ നമുക്ക് ഇവിടെ നേരെ പോകാം ഗൈസ്. നമുക്ക് വീട്ടിൽ നിന്ന് ബ്ലോഗ് എടുക്കണതാണ്, പക്ഷെ വീട്ടിൽ നിന്ന് വ്ളോഗ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര ധൃതിയായിപ്പോയി. അതുമല്ല ലൈറ്റ് സൗണ്ട് ഒന്നും വെക്കാതെ പെട്ടെന്ന് അങ്ങനെ റെഡി ആയിട്ട് പോലും ഇല്ല. ഞങ്ങളുടെ തലമുടി ഒന്നും ചെയ്തില്ല, കുളിച്ച് അതേപോലെ ഇറങ്ങി. ഇനി കുളിക്കാൻ ചോദിച്ചാൽ കുളിച്ചിട്ടില്ല. റെഡിയായ എന്ത് പറ്റും? ഇതിൽ എന്ത് മാറ്റം സംഭവിക്കും? റെഡിയായ സമയം പോന്നു. അപ്പൊ നമുക്ക് പോകുന്ന വഴിക്ക് ഇനി കാണാം. താല്പര്യമില്ല. അതുകൊണ്ട് ചേട്ടൻ സൈക്കിൾ ഓടിച്ചു. നമ്മള് കൊറേ നാളിന് ശേഷം ഇത്രയും പകലിറങ്ങി റോഡിലൊക്കെ വരുന്നേ. അതേ പറയുന്നത് വല്ലപ്പോഴും പതിവിലും ഇതായിട്ട് നല്ല തണുപ്പ് ഗൈസ്. വണ്ടിക്കകത്ത് വരെ തണുപ്പ്, AC ഇഡ്ഡലിയിലും തണുപ്പ്. അമ്പൂട്ടന് ചെറിയൊരു ജലദോഷമുണ്ട് 2 ദിവസമായിട്ട്. അപ്പൊ അതിന്റെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അമ്പൂട്ട പനി ഒന്നും വെച്ചോണ്ട് പാടില്ല കേട്ടോ. ഹായ് പറ. ഹായ് ഫൈ തന്നെ. ഹായ് ഫൈ. എത്ര രൂപയ്ക്കാണ് പെട്രോൾ അടിക്കുന്നത്? ഇങ്ങോട്ട് കാണിച്ചേ. ആളുടെ ഫോണാ കൈ ഇരിക്കുന്നേ. അത് എന്റെ പൈസ ഇസ്ക്കുന്ന എന്തിനാ? അത് തിരിച്ചു തരത്തില്ലേടി. വിശ്വാസം ചോദിക്കാൻ പാടില്ല. അത് വെച്ച് മുതലെടുക്കാൻ നോക്കണ്ട. ഓർമ്മ പോലും ഇല്ലാത്ത മനുഷ്യനാവും. നിങ്ങൾ മിണ്ടിപ്പോരുത്. ചേട്ടൻ സക്സസ്ഫുള്ളി 1000 രൂപയ്ക്ക് പെട്ടടിച്ചു. 9.38. 9.38. അങ്ങനെ നമ്മള് പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചിറങ്ങി. നമ്മുടെ വണ്ടിയിൽ നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം ആദ്യമായിട്ടോ 1000 രൂപയുടെ പെട്രോൾ 800 രൂപയ്ക്ക് അടിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ എങ്ങും അങ്ങനെ ലോങ്ങും അങ്ങനെ പോയിട്ട് നമ്മുടെ ടൗൺ സർക്കിൾ നമ്മുടെ ചന്ത കടന്ന് ഇറങ്ങുമല്ലേ. ഫസ്റ്റ് ടൈം ആണ് നമ്മൾ നമ്മുടെ ഈ വണ്ടി കൊണ്ട് 800 കൊണ്ട് എറണാകുളത്ത് പോലെ. ഫസ്റ്റ് ട്രിപ്പ് തന്നെ ആയിരിക്കും അല്ലേപ്പാ. ഇനി ഞങ്ങളുടെ അമ്പൂനെ ഉറക്കണം. നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? സത്യം പറഞ്ഞാൽ നമുക്ക് റൂട്ട് അറിയത്തില്ല. അത് കുഴപ്പമില്ല, ചോദിച്ചു പോവാം. ചോദിച്ചു മാപ്പ് ഉണ്ടോടി? നീ മിക്കവാറും എന്റെ അടുത്ത് മാപ്പ് പറയേണ്ടവര് ചുമ്മാ. എന്നാലും എന്തൊരു ദുഷ്ടനാണ്. എറണാകുളത്തിൽ പോകുന്നതിന് മുമ്പ് വിഷയം
പക്ഷെ എന്നാലും എന്തൊരു ദുഷ്ടന വെഡിങ് ആനിവേഴ്സറി ഓർത്തില്ലല്ലോ. എടാ ഞാൻ ഓർക്കാഞ്ഞിട്ടല്ല, എനിക്കറിയാം. ഞാൻ എനിക്ക് നീ പറയുമോ അല്ലെങ്കിൽ നീ ഓർമ്മിക്കുന്ന ഞാൻ അറിയണമല്ലോ. കള്ളൻ, പെരും ആ കണ്ണി നോക്കി അറിയാം കള്ളനാ. ഇല്ല ഗൈസ്, നമ്മള് ഏകദേശം 3-4 മണിക്കൂറത്തെ യാത്ര ഉണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ എന്തായാലും കുറച്ചുകൂടെ സമയം എടുത്തിട്ടേ പോകുന്നു. പിന്നെ അതുപോലെ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഇവരായിട്ട്. അതുകൊണ്ട് ഇപ്പൊ ഫുഡ് മേടിച്ചിടാ. ഇല്ല അപ്പൊ പട്ടിണിക്ക് കൊണ്ടുപോകാൻ നീ എന്നെ. ഫുഡൊന്നും ഇല്ല, എല്ലാം പോകും. അതുകൊണ്ട് ചേട്ടൻ ഓടി വരുന്നു. അമ്പു പൂവേ പാടിക്കാം. അമ്പു പൂവേ അമ്പു പാട്ടുകാരിയാ. നമ്മളിപ്പോ ഏകദേശം തിരുവല്ല ടൗൺ ആയിട്ടില്ല. ടൗണിലോട്ട് കയറാൻ വേണ്ടി പോവാ. നമ്മൾ ഇങ്ങോട്ട് വരാൻ നേരത്ത് കോഴഞ്ചേരി ഭാഗത്ത് വെച്ചിട്ട് കോഴഞ്ചേരി കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ടിലൊരു പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു കഴിച്ചു. അവൻ എങ്ങോട്ടോ വായുവിളി മേടിക്കാൻ പോവാ. അപ്പൊ നമ്മുടെ ഫ്രണ്ടില് അവൻ ഇതിൽ വെള്ളം അടിച്ചിട്ട് പോകുന്ന അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും അങ്ങോട്ട് പോയിട്ട് ആടി കളിക്കുന്ന കഴിച്ചു. ഓൺ അടിച്ചിട്ട് പുള്ളി കേൾക്കുന്ന പോലും ഇല്ല. സഡനായിട്ട് റൈറ്റിലേക്ക് പിടിച്ചു ബസ്. നമ്മൾ പെട്ടെന്ന് ചവിട്ടി കൊണ്ട് അത് പുള്ളിക്ക് ശ്രദ്ധിക്കാൻ സമയമില്ലായിരുന്നു. കാരണം പുള്ളിയുടെ ചെവിയിൽ ഫോണുണ്ട്. കാര്യം മെയിൻ എന്താ വെച്ചാല് ബസ് ഓടിക്കുക, ചരിഞ്ഞ ഫോണും ചെവി വെച്ചിട്ടാ ഓടിക്കുന്നത്. ഇൻഡിക്കേറ്റർ ഇടാതെ പെട്ടെന്ന് വണ്ടി ഓടിച്ചപ്പം ഇങ്ങനെയുള്ളവർ വണ്ടി ഓടിക്കുമ്പോ ബാക്കി വരുന്നവരെയോ ഫ്രണ്ടിൽ വരുന്നവരെയോ കാര്യം ചിന്തിക്കത്തില്ല. എത്തിയിട്ട് എനിക്കൊരു ചായ മേടിച്ചു തരുമായിരിക്കും. നിങ്ങൾ ആരെയും ഓർക്കുന്ന ആദ്യം ഇവള് നമ്മുടെ വീഡിയോയിൽ ആദ്യം ഇവള് പറഞ്ഞത് ഒന്നും മേടിക്കുന്നില്ല, ഫുഡ് ഇല്ലെന്ന് പറഞ്ഞത്. ഇപ്പൊ ഇവള് കരയുക. ഇപ്പൊ എന്റെ പൊന്നെ ഇരുന്ന് കരയുക. വണ്ടിക്കകത്ത് കോഴഞ്ചേരി എത്തിയപ്പോ വെളുപ്പിന് എണ്ണീറ്റ് കാര്യങ്ങളെല്ലാം ഒതുക്കിപ്പറക്കി റെഡിയാക്കി വന്നു. ചായ പോലും കുടിച്ചില്ല. ചുമ്മാ പറഞ്ഞ ആക്സിഡന്റ്. ശരിക്കും രാവിലെ ഒന്നും കാണാൻ വയ്യ. രാവിലെ ആക്സിഡന്റ് കേട്ടോ. എനിക്ക് ആ ലോറി ആണെന്ന് തോന്നുന്നു കേട്ടോ. ലോറി ബ്ലോക്ക് ആയിരിക്കും. രാവിലെ ആയതുകൊണ്ട് വണ്ടിത്തിരക്കൊന്നും വലിയ ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മള് നോർമലി വരുന്നതിനേക്കാളും കുറച്ച് നേരത്തെ നമ്മൾ തിരുവല്ല എത്തിയിട്ടുണ്ട്. നമുക്ക് എവിടെയെങ്കിലും ചെറിയൊരു കട നോക്കിയിട്ട് ചായ വല്ലതും കുടിക്കാൻ കഴിച്ചു. ഇനി കഴിക്കാതെയും കുടിക്കാതെ മുമ്പോട്ട് പോകത്തില്ലേ. എന്റെ ഇന്ധനം തീർന്നു ഗൈസ്. രാവിലെ സത്യം പറയാലോ, നമ്മൾ എവിടെങ്കിലും പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഈ ചടങ്ങ് വരുന്ന പരിപാടീസ് ഉണ്ടല്ലോ, തലയ്ക്ക് പ്രാന്ത് പിടിക്കും. ഇപ്പൊ നമ്മള് അവിടുന്ന് പത്തനംതിട്ടയിൽ നമ്മള് എന്തെങ്കിലും കഴിക്കാൻ കുടിക്കാന്ന് പറഞ്ഞ് നമ്മൾ അവസാനം ചങ്ങനാശ്ശേരി വന്നിട്ട് ഒരു ചെറിയൊരു ഷോപ്പിൽ വന്നിട്ട് നമ്മള് ചായ കുടിക്കാന്ന് കരുതി ഗൈസ്. അങ്ങനെ നമ്മള് ചായ കുടിക്കാൻ കയറി. അവർക്ക് ഞങ്ങൾ കയറുന്ന സമയത്ത് ആ കടയിൽ ഒരൊറ്റ ആളെ ഉള്ളായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ചേച്ചി. അപ്പോൾ ആ ചേച്ചിയോട് പറഞ്ഞു നമ്മളിങ്ങനെ ചായയും. അപ്പം രാവിലെ ഞാൻ വിചാരിച്ചു അവിടെ വരെ പോകുന്നില്ല, പൊറോട്ട കഴിക്കാന്ന് വിചാരിച്ചു. ഒത്തിരി നാളെ പൊറോട്ട കഴിച്ചിട്ട് പൊറോട്ടയ്ക്ക് ഓർഡർ കൊടുത്തു. ഏകദേശം 1.5 മണിക്കൂർ 1 മണിക്കൂറിനടുത്ത് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുക. അതേസമയം നമ്മൾ വന്ന സമയം തൊട്ട് ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കുക. അവരെല്ലാം കഴിക്കുന്നുണ്ട്, കഴിച്ചിട്ട് പോകുന്നുണ്ട്, നമുക്ക് ഫുഡ് തരുന്നില്ല. അവസാനം പറഞ്ഞപ്പോ അവര് വഴക്കായി, മുട്ട വഴക്കായി. നമ്മള് എന്താ ചേച്ചി, ഞാൻ കുറെ നേരമായി വന്നിട്ട് എന്താ പൊറോട്ട പറഞ്ഞുടനെ പൊറോട്ട കിട്ടിയില്ല എന്ന് പറഞ്ഞുടനെ അവരെടുത്ത വായിക്ക് ഇങ്ങോട്ട് ചോദിക്കുക. വായി കിടക്കുന്ന നാക്കല്ലേ ചോദിച്ചു. നമ്മളോട് ഇങ്ങോട്ട് റേസ് ആവുക. പിന്നെ ഞാനും ദേഷ്യപ്പെട്ടു. നമുക്ക് നോർമലി ദേഷ്യം. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി ഒരു കുഞ്ഞിനെ കൊണ്ടല്ലേ ഇരിക്കുന്നത്, ഒന്ന് കൺസിഡർ ചെയ്തു. ഞാൻ അതെടുക്കാൻ ഫോട്ടോ ഒന്ന് എടുക്കാൻ വേണ്ട. ഒരു കുഞ്ഞിനെ കൊണ്ടല്ലേ ഇരിക്കുന്നത്, ഒന്ന് കൺസിഡർ ചെയ്തുകൂടാൻ ചോദിച്ചപ്പോ കുഞ്ഞ് നിന്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ നിന്റെ വായിക്കകത്ത് നാക്കുണ്ടായിരിക്കണം. എനിക്ക് ശരിക്കും ദേഷ്യം വന്നു. നേരത്തെ അവരുടെ ഒരാളിൽ ഇറങ്ങി വന്നേക്കുന്നു നമ്മുടെ ഫോട്ടോ എടുക്കാൻ. അപ്പൊ ഞാനും പറഞ്ഞു, ചേട്ടൻ എവിടെയെങ്കിലും ഇടുവാണെങ്കിൽ എന്ന് പറയണേ, എനിക്കും കാണാനാ. നമ്മൾ യൂട്യൂബിൽ ഇടുന്നുണ്ട്, നിങ്ങളൊന്ന് കാണണേന്ന് പറഞ്ഞു. ഞാൻ ആ കടയും കൂടെ കാണിക്കും കൂടെ. എന്തായാലും ഇത്രയും കിടന്ന് അലച്ചല്ലേ. ആദിത്യ ഹോട്ടൽ എന്നാണ് പേര്. സ്ഥലം മന്ദിരം ജംഗ്ഷൻ, കുറിച്ചി. ഈ ഹോട്ടൽ ഞാൻ പറഞ്ഞു ഭയങ്കര മോശം സർവീസാ നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനല്ല കാണിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അവർ പറയാം, നിങ്ങളുടെ വായിൽ നാക്കല്ലേ, ഇപ്പൊ കിടന്ന് ചിലയ്ക്ക് അറിയാമായിരുന്നല്ലോ, അന്നേരം കിടന്ന് ചിലക്കണമായിരുന്നു. ഭയങ്കര മോശമായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി നമ്മള് പൊറോട്ട ഇതുപോലെ ചോദിച്ചു. ഓക്കെ ശരി, ഇത് നിങ്ങൾ മറന്നു പോയി കാണും. അയ്യോ ചോദിച്ചായിരുന്നോ, അല്ലെങ്കിൽ മറന്നു പോയി, സോറി എന്ന് പറ. ഉടനെ അവരെന്നോട് ചോദിക്കുക, നിന്റെ അടുത്തൊക്കെ സോറി എന്ന് പറയേണ്ട ആവശ്യം എന്തോന്ന്. ഭയങ്കര മോശം സർവീസ് എന്ന് വെച്ചാൽ ഭയങ്കര മോശം സർവീസ്. എന്റെ പൊന്നു ഗൈസ്, ഒന്നും പറയാനില്ല. ഒരു രക്ഷയില്ലാത്ത കുറച്ച് മനുഷ്യന്മാര്. നമ്മൾ മാന്യമായിട്ട് പറഞ്ഞു, നമ്മൾ ഇത്രയും മണിക്കൂർ നമ്മൾ വന്നിരുന്നിട്ട് ഇത്രയും നേരം ഇരുന്നിട്ട് നമുക്ക് ഫുഡ്, നമ്മൾ പൈസ കൊടുത്താണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. പുറത്തിറക്കി കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ തരണ്ട ഗൈസ്. നമ്മൾ കുഞ്ഞിനെ കൊണ്ടിരിക്കുക. നമ്മൾ വന്നതിന് ശേഷം എത്ര പേര് അവിടെ ഹോട്ടലിൽ വന്ന് കയറി കഴിച്ചിട്ട് പോയെന്നറിയാമോ?
അത് നമ്മൾ ചോദിക്കാൻ പോയപ്പോൾ അവർ നമ്മളോട് ഇങ്ങോട്ട് കഥ പറയും. ആര് വന്നു, നിങ്ങളുടെ നാക്ക് എവിടെ പോയി, നിങ്ങളുടെ കൊച്ചുണ്ടെങ്കിൽ നിങ്ങൾ പറയണമായിരുന്നു, കൊച്ചുണ്ടെന്നുള്ളത് നിങ്ങൾ പറയണമായിരുന്നു, അല്ലെങ്കിൽ ഫുഡ് ചോദിക്കണമായിരുന്നു. എന്നിട്ട് അവർ എന്തൊക്കെയാണ് വിളിച്ചത്, അല്ലയോ മഹതി സ്ത്രീയെ എന്തൊക്കെയോ വിളിച്ചു. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തിരികെ രാവിലെ ഇതിലും ഭേദം അങ്ങ് എറണാകുളത്ത് ചെന്നിട്ട് ചായ കുടിക്കുന്നതായിരുന്നു. രാവിലെ ചായ കുടിക്കാൻ കയറുക, തീർന്നു, സന്തോഷമായി, വയറ് നിറഞ്ഞു. ഗൈസ് എന്തായാലും നമ്മൾ നമ്മുടെ യാത്രയെ തടസ്സപ്പെടുത്തുന്നില്ല, നമ്മൾ കുളമാക്കുന്നില്ല. നമ്മളെന്തായാലും ഈ വിഷയം നമ്മൾ ഇവിടെ വിടുക. കാര്യം എന്ന് വെച്ചാൽ അവർ നമ്മളെ തലയിൽ കയറി ചൊറിയുന്നുണ്ട് ഗൈസ്. ശരിക്കും കാര്യം ഭ്രാന്ത് പിടിപ്പിച്ചു വിട്ടു. ശരിക്കും ഇപ്പൊ ഈ വീഡിയോയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തത് ഇല്ല. നമ്മളിത് വിട്ടേ, നമ്മളിത് വീഡിയോ ഉൾപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ ഈ കാര്യം പറഞ്ഞില്ലെന്ന് പറഞ്ഞിരുന്നു ഗൈസ്. ആ പാപം വന്നിട്ട് ആ ഹോട്ടലിൽ നിൽക്കുന്ന ജോലിക്കാരനാണ് എന്തോ, അവൻ വന്ന് വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. അവനാരാ? നമ്മുടെ ഫോട്ടോ എടുക്കുന്നു. നമ്മള് പൈസ കൊടുത്ത് കഴിക്കാൻ വന്നയാ, കഴിച്ചിട്ടുണ്ടെങ്കിൽ പൈസ കൊടുക്കുന്നു, സാധനം കിട്ടണ്ടേ നമുക്ക്. നമ്മള് ഫുഡ് ചോദിച്ച ഫുഡ് അവര് തന്നില്ല, അത് നമ്മൾ ചോദിച്ചു, അവരിങ്ങോട്ട് വഴക്കുണ്ടാക്കി, എന്നിട്ട് അവര് വന്ന് ഫോട്ടോ എടുക്കുന്നു. നമ്മളവിടെ ഒരു പ്രശ്നത്തിന് ഒന്നിനും നിന്നില്ല. നമ്മൾ കുഞ്ഞിനെ കൊണ്ട് ഒരു പ്രശ്നത്തിന് നിൽക്കത്തില്ല. നമ്മള് ആളൊഴിഞ്ഞിരിക്കുവാണല്ലോ, കുഞ്ഞുണ്ടല്ലോ, എന്നാ പെട്ടെന്ന് കഴിച്ചിട്ട് ഇറങ്ങാന്ന് വിചാരിച്ച് പോയതാ. കുഞ്ഞിനെ പറഞ്ഞപ്പോഴേ എനിക്ക് കയറി ചോർന്നത്. അവരെന്റെ അടുത്തേക്ക് കുഞ്ഞ് നിന്റെ അടുത്തല്ലേ ഉള്ളു, അപ്പൊ നിനക്കറിയത്തില്ല എന്ന് ചോദിച്ചു. എനിക്ക് അന്നേരം അവര് വർഷങ്ങളായിട്ടുള്ള ഷോപ്പ് ആവുമല്ലോ, വർഷങ്ങൾ. ഓക്കെ, അവിടെ വരുന്ന ഒരു കസ്റ്റമറിനെ ഡീൽ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. എന്തായാലും ആവട്ടെ, നമുക്ക് പോവാം. അപ്പൊ നമ്മള് കോട്ടയം വന്നു, ബസ് സ്റ്റാൻഡിന്റെ അവിടെ നിന്ന് കുറച്ച് മൂവ് ചെയ്തല്ലേ. നമ്മളിനിപ്പോ നേരെ റൗണ്ടാനയില്ലയോ, അങ്ങോട്ട് പോയില്ല, അങ്ങോട്ട് ചെന്നിട്ട് അവിടുന്ന് അക്ഷര നഗരിയിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൊരു കാര്യം, ഞാൻ പൊന്നാട് ചോദിച്ചു, പൊന്ന ഇനി ഒരു ഗ്ലാസ് ചായ കുടിച്ചായിരുന്നു. പൊന്ന വന്ന് ഇനി ജീവിതത്തിൽ ചായ നമ്മൾ അമ്മൂനെ സത്യം പറഞ്ഞ രാവിലെ റെഡി ആക്കിയിട്ടൊന്നുമില്ല. കാരണം കുഞ്ഞ് ഉറങ്ങുകയാണെങ്കിൽ ഇനി നമുക്ക് അമ്പൂനൊന്ന് ഡ്രസ്സൊക്കെ മാറ്റണം. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഡയപ്പർ മാറ്റിയായിരുന്നു. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഒതുക്കിയിട്ട് അമ്പൂനെയും കൂടെ ഒന്ന് സെറ്റ് ആക്കി എടുക്കണം. ഇപ്പൊ അമ്പു ഉറങ്ങുക, ഉറങ്ങിയിട്ട് എണീക്കട്ടെ. അമ്മ കുറുക്കൊക്കെ ഉടുപ്പിലായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കോട്ടയത്തിന്റെ സിഗ്നേച്ചർ എന്ന് പറയുന്ന നമ്മുടെ റൗണ്ടാന നമ്മൾ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടോ? വല്ലാണ്ട് ദാ കാണുന്നതാണ് റൗണ്ടാന. ഇത് ശരിക്കും എന്താണ് ഈ പണിഞ്ഞിട്ടേക്കുന്നത്? വർഷങ്ങളായി കാണുമല്ലോ ഇട്ടേക്കുന്നത്. ഇപ്പൊ നമ്മുടെ എവിടെ എനിക്ക് ഓർമ്മയില്ല, എനിക്ക് തോന്നുന്നു തൃശ്ശൂർ അങ്ങനെ ഒരു സ്ഥലത്ത് മറ്റേ ആകാശപാത പോലൊരു സംഭവം വന്നിട്ടുണ്ടല്ലോ, അതിങ്ങനെ സെറ്റപ്പ്. ആ സാധനമായിരിക്കും ഇതിന്. അറിഞ്ഞൂടാ കൈസ്, ഇതെന്താണ് ഉദ്ദേശം എന്നുള്ളത് അറിയാൻ എന്തെങ്കിലും കമന്റ് ചെയ്യും. നമ്മൾ ഇവിടെ അടുത്ത് നിർത്തിയിട്ട് കുറച്ചു നേരം നിൽക്കാൻ പറഞ്ഞ തലമ നോക്കി അങ്ങോട്ട് ഉറക്കത്തിൽ എണ്ണീറ്റ്. കരിക്ക മേടിച്ചു അടിപൊളി. അപ്പൊ നമ്മള് വീട്ടിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടാട്ടോ വന്നേ. അപ്പൊ പൊന്ന് എന്തോ എടുക്കുക, കപ്പ് എന്തോ എടുക്കുക കുഞ്ഞിന്. എല്ലാം എടുത്തിട്ടുണ്ട് കേസ്, പക്ഷെ എവിടെ വെച്ചേക്കെന്ന് അറിയില്ല. നമ്മൾ നമ്മുടെ ചെറുക്കനെയും കൊണ്ട് നമ്മളിപ്പം കോതനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ നിൽക്കുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് ഏകദേശം 50-56 കിലോമീറ്റർ ഉണ്ട് എറണാകുളത്തിന്. കുച്ചാട്ട് ഗുഡ് ഗേൾ. അമ്പു ആരെ? ഗുഡ് ഗേൾ. കണ്ട പിന്നെ കുച്ചാട്ട. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ വെച്ച് തന്നെ അമ്പുവിനെ ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് ആക്കിട്ട് വാ. എന്ത് ഗൈസ്, എന്റെ കരിക്ക് മൂട്ടിക്കാൻ പോകുന്നു. ഓക്കെ ഗൈസ്, ഞാൻ ഒരു കാര്യം കാണും കേട്ടോ. ഞാൻ കരിക്ക് കുടിക്കുന്ന സമയം കൊണ്ട് ഇവിടെ ഓരോരുത്തർ ഡ്രസ്സൊക്കെ മാറ്റി. അമ്മന് പല്ല് വന്ന് പല്ല് കാണിക്കും. ഡ്രസ് മാർക്ക് ഗൈസ്. അപ്പൊ തന്നെ നമ്മൾ അവിടുന്ന് കരിക്ക് കുടിച്ച് കുഞ്ഞിന്റെ ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ വണ്ടി കയറി ഗൈസ്. പിന്നെ നമ്മൾ അവിടുന്ന് ഉപ്പിലിട്ട നെല്ലിക്കയും വാങ്ങിച്ചു, പോകുന്ന വഴി കഴിക്കാം ഗൈസ്. അപ്പൊ തന്നെ നമ്മള് വണ്ടി അവിടെ ഒതുക്കിയിട്ട് നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. നല്ല രസമുണ്ട്, ഒരു ഹൗസ് ബോട്ടിന്റെ ലുക്ക്. ഇനി എന്തെങ്കിലും ഒന്ന് കഴിക്കണം. നമുക്കൊന്ന് വാഷ്റൂമിൽ പോകണമെങ്കിൽ ഞാൻ പത്തനംതിട്ടയിൽ പിടിച്ചിരിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാവുന്ന വാഷ്റൂമിൽ പോയത്.
അത് സത്യത്തില്ല. ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പെണ്ണുങ്ങൾക്ക് ടോയ്ലറ്റിലേക്ക് ഒന്ന് പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം പമ്പിലും അധികം അങ്ങനെ പോകാൻ പറ്റില്ല. അമ്മ സുഖമില്ല, പാമ്പേഴ്സ് വെച്ചിട്ട് ചോദിച്ചു വെച്ചാൽ മതിയല്ലോ. ഗൈസ്, അപ്പോൾ നമ്മൾക്ക് ഇനി എന്തെങ്കിലും ഒന്ന് കഴിക്കണം, കഴിച്ചിട്ട് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ അരയൻകാവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തി ഗൈസ്. അവിടുന്ന് കഴിക്കാൻ എന്നിട്ട് അവിടുന്ന് ഫുഡ് കഴിച്ചു. നമ്മൾ അവിടുത്തെ ഇതൊക്കെ കണ്ടപ്പോൾ ഓർത്ത് എന്തെങ്കിലും ചോറോ സംതിങ് എന്തെങ്കിലും കാണുമെന്ന് വിചാരിച്ചു ഗൈസ്. അവിടെ കയറിയപ്പോൾ പൊറോട്ട, അപ്പം, ഇഡ്ഡലി, ദോശ, ചമ്മന്തി, വട, അത് മാത്രമേ ഉള്ളൂ ഗൈസ്. പിന്നെ നമ്മൾ പൊറോട്ടയും മുട്ടക്കറിയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. റോഡ് കേട്ടോ. നമ്മൾ ഏകദേശം കായലൊക്കെ ഉള്ള ഏരിയ എത്തി. പൊന്നാ ഇറങ്ങി കുളിച്ചിട്ടൊക്കെ പോയാലോ? കായലാണോ തോടാണോ? അപ്പൊ അത് മാത്രം അറിയാം. ഞാൻ നോക്കിട്ട് വായിക്കും കേട്ടോ. എനിക്ക് ഇവിടത്തെ വടക്കേക്കോട്ടെ തെക്കേക്കോട്ടെ ഒന്നും എനിക്കറിയത്തില്ലേ. നല്ല സുഖം കണ്ടോ. നമ്മുടെ അവിടെ ഇതുപോലെ വരും അല്ലേ? ഞങ്ങൾക്ക് തണല് കിട്ടുമല്ലോ. ഒരു സമയത്ത് ഞാൻ ഈ നമ്മളിപ്പോ പഠിക്കുന്ന ഈ ഒരു ലൊക്കാലിറ്റിയിൽ ഉണ്ടായിരുന്നു. ഒരു കുറച്ചുനാൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ പക്ഷെ എനിക്ക് ഈ റൂട്ട് ഒന്നും ഇപ്പോഴും ഓർമ്മയില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഈ സ്ഥലങ്ങളൊക്കെ പരിചയമുണ്ട്. പച്ച ബിൽഡിംഗ് കാണാം നമുക്ക്, പച്ച ഓട്ടോ കാണാം നമുക്ക്. മാരകം മാരകം. വണ്ടി ഏതുവഴിയാ വന്നിരിക്കുന്നത് പറയാൻ പറ്റില്ല. ചിലപ്പോ മേളിൽ നിന്നും വന്നിരിക്കും. ഇവിടെ ഭയങ്കര കഞ്ചസ്റ്റാട്ടോ, കാല് കുത്താൻ പറ്റാത്ത. ഇവിടൊക്കെ ഉള്ളവരെ സമ്മതിച്ചിരിക്കുന്നു. എനിക്ക് നമ്മുടെ പത്തനംതിട്ടയാണേ. ഞാൻ പത്തനംതിട്ട വിട്ട് എങ്ങോട്ടും പോകുന്നില്ല ഗൈസ്. അങ്ങനെ നമ്മൾ എറണാകുളത്ത് വന്ന് കുറച്ച് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് നമ്മളൊരു റൂം എടുത്ത് ഗൈസ്. പിന്നെ എനിക്ക് ഇവിടെ വന്നിട്ട് ഒതുക്കി പറക്കല്ലേ. പിന്നെ ഇവിടെ വന്നിട്ടെല്ലാം വൃത്തിയാക്കും കേട്ടോ. ഞങ്ങളുടെ അമ്മയ്ക്ക് പൊപ്പൊന്നുമില്ല. അന്ന് മറ്റേ കുബേരനകത്ത് ദിലീപ് അമ്പൂന് വന്നിടനെ പാമ്പേഴ്സൊക്കെ മാറ്റി ഉപ്പൊക്കെ മാറ്റി സൂപ്പറാക്കി ഒക്കെ വരുമോന്നോ. ഇവിടെ വന്നിട്ട് പൊന്നെ ആദ്യം ചെയ്ത പരിപാടി എന്താ പറയുമ്പോ ഈ കിടക്കുന്ന ബെഡില് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ശരിക്കും പൊന്നെ എല്ലാം പ്ലാൻ ചെയ്ത് കണക്ക് കൂട്ടി കേട്ടോ. നമ്മളൊരു ചെറിയ ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗിനകത്ത് വീട്ടില് ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നല്ല കാര്യമാണ്. കാര്യം എന്താ വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് അത്യാവശ്യം വന്നാൽ നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. എങ്ങനെ നല്ല ഉറക്കം വരുന്നുണ്ടല്ലോ. നമ്മൾ നല്ല ക്ഷീണിച്ച് അവശരായി. എന്നുവെച്ചാൽ നമ്മള് എന്താ പറയണ്ടേ, ഫസ്റ്റ് അവിടുന്ന് ഇത്ര ലോങ് ആയിട്ടുള്ളൊരു ഡ്രൈവ്. കറണ്ട് ചെയ്യുന്നു. ഫസ്റ്റ് നമ്മൾ അവിടുന്ന് ഇത്ര ലോങ് ആയിട്ട് ഫസ്റ്റ് ടൈം അല്ലേ യാത്ര ചെയ്യുന്നത്. അതിന്റെ ഒരു ക്ഷീണം. ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. നമ്മള് ഓരോ സമയത്തും വിശന്ന് അറ്റം പറ്റിയിട്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ചത്. പിന്നെ അമ്പന് നല്ല സീനുണ്ടല്ലേ. ഇവിടെ മെനു കാർഡൊക്കെ വരുന്നുണ്ടല്ലേ, നമുക്കപ്പോ ഇതിനകത്ത് എന്തെങ്കിലും ഫ്രൈഡ് റൈസോ എന്തെങ്കിലും ഒന്ന് ഓർഡർ പറയണം. ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്ത് കനത്തി കഴിച്ചിട്ട് കഴിക്കാം. ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്ത് കനത്തി കഴിച്ചിട്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ പോകും. നല്ല ചുമയുണ്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല ചുമ. ഇനി നാളെ ഞങ്ങൾ ഈ റൂം എടുക്കാൻ ഇറക്കാൻ ഒന്നും പറയണ്ട. നാളെ മൊത്തം ചുറ്റും തോന്നും. ഇനി നാളെ എണ്ണിട്ടിട്ട് വീണ്ടും റെഡി ആയിട്ട് ഇവിടെയൊക്കെ കുറച്ചൊന്ന് തെണ്ടി തിരിഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് നമുക്ക് പത്തനംതിട്ടയ്ക്ക് പോകണം. രാത്രി ആവുന്നതിന് മുമ്പ് കുഞ്ഞിനെ കൊണ്ട് തിരിച്ചെത്തണം. നമ്മള് ഇന്ന് ഒരു ദിവസം നമ്മൾ ഈ റൂമിൽ തങ്ങി നാളെ ഇതേ സമയം പറ്റി നമ്മൾ പോകുമോ? നാളെ ഏകദേശം ഒരു ഉച്ചമുക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടുന്ന് റൂം ഷിഫ്റ്റ് ചെയ്ത് റൂം വെക്കേറ്റ് ചെയ്ത് നമ്മള് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നതാണ് സുഹൃത്തുക്കളെ. അതുപോലെ ഈ റൂമിൽ ഒരു TV ഉണ്ട്. പക്ഷെ അതിന്റെ റിമോട്ടിൽ TV ഓൺ ആവുന്നില്ല, അത് ഓഫ് ആയിട്ട് തന്നെ. ഇത് പക്ഷേ ഇതിന്റെ കത്തിയിരിക്കുന്നത് മാത്രം മനസ്സിലാവുന്നുണ്ട്. അവിടെ ഇടയ്ക്ക് കുറച്ച് സ്വിച്ച് ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ലൈറ്റ്, പിന്നെ അവിടെ ഒരു കബോർഡ്, ടേബിള്, ചെയർ. ടോട്ടലി കൊള്ളാം, കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറക്കുക ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേ. അപ്പോൾ ബൈ. അവിടെ